ഇത് ഉണരുന്നത് അത് നമ്മളുടെ അറിവ് നേരത്തെ പറഞ്ഞതുപോലെ പരാപശ്യന്തി മധ്യമ വൈഖരി എന്ന രൂപത്തിൽ ശരിക്ക് അത് മൂലാധാരം തൊട്ട് ഈ പറഞ്ഞിരിക്കുന്ന സഹസ്രാരം വരെ അതിന് വരെയുള്ള ഈ നമ്മുടെ ശരീരത്തിൽ നമുക്ക് സങ്കല്പിക്കാവുന്നത് ഇത്രയേ ഉള്ളൂ. പാദം മുതൽ ഉച്ച വരെയുള്ള അവസ്ഥ. 17-14 ലോകം എന്ന് പറയുന്നത് ഇനിയാണ്. നമ്മൾ പറയും 17-14 ലോകം നമുക്ക് പുറത്തല്ല, പുറത്തുണ്ടോ ഇല്ലയോ അത് നമ്മൾ ഇവിടെ പ്രസക്തമല്ല. നമ്മൾ പറയുന്നത് നമ്മളൊരു വ്യക്തി എടുക്കുന്ന സമയത്ത് 17-14 ലോകവും കിടക്കുന്നത് അധോലോകമായിട്ട് അരക്ക് കീഴ്പോട്ടും ഊർധ്വഗതിയായിട്ട് മുകളിലോട്ടുമാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇത് സഹസ്രാരം എന്ന് പറഞ്ഞിരിക്കുന്നതിന് മേലോട്ട് ഗുരുമണ്ഡലം എന്നൊക്കെ പറയുന്ന അതീന്ദ്രിയമായിരിക്കുന്ന ഉയർന്ന അവസ്ഥകളുണ്ട്. അതൊക്കെ നമുക്ക് തൽക്കാലം ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യാം, മൂലാധാരം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ചക്രത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാരണം ഈ മൂലാധാരം സ്വാധിഷ്ഠാനം എന്നൊക്കെ പറയുന്നത് എത്ര പേർക്ക് അറിയാം എന്നുള്ള അറിയില്ല. അറിയുന്നവർക്ക് ഉണ്ടെങ്കിൽ, കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നമ്മളൊരു കമൻറ്റ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും ഈ കുണ്ടലിനിയെ വളരെ അത്ഭുതവാഹമായിട്ട് പറഞ്ഞിട്ട് ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രവണത യൂട്യൂബിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യം തന്നെയാണ്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ഭ്രാന്തല്ലേ എന്നൊക്കെ തോന്നിപ്പോവാം. അപ്പോൾ നമ്മുടെ പൂർവികർ അങ്ങനെ ആയിരുന്നില്ല പല മേഖലയും കൈകാര്യം ചെയ്തത്. അവർ അനുഭൂതി തലങ്ങളിൽ ഗുരുശിഷ്യനുമായിട്ടുള്ള ഗോപ്യമായിരിക്കുന്ന ഒരു കൈമാറ്റ പ്രക്രിയയായിരുന്നു കുണ്ടലിനിയുടെ ഈ ശക്തിവിശേഷം. അത് ഗുരുവിന് ശിഷ്യന് മാത്രമേ അറിയുള്ളൂ. അത് ഈ സർവാണി സദ്യ പോലെ വിളമ്പി കൊടുത്തിരുന്നില്ല. ഇന്ന് എന്താന്ന് വെച്ചാൽ വാളെടുത്തവർക്ക് വെളിച്ചപ്പാടാണ്. എന്തെങ്കിലുമൊക്കെ ആധ്യാത്മികത അറിഞ്ഞാൽ അത് കോമനം മുമ്പിൽ തുള്ളുകയാണ്. അങ്ങനെ ആയിരുന്നില്ല. പലപ്പോഴും ബിസിനസ്സായി മാറുന്നതിന് കാരണം അതാണ്. ഇപ്പം രത്നച്ചുരുക്കം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മൂലാധാരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമി തത്വമാണ്. ആ ഭൂമി തത്വം എങ്ങനെയാണ് നമുക്കതറിയാൻ പറ്റുക? അപ്പോൾ കുണ്ടലിനിയുടെ ആ പ്രവാഹം ഋഷിമാർ പറഞ്ഞിരിക്കുന്നത് ഒരു പുല്ലരിപ്പ് പോലെ ശരീരത്തിലൂടെ ഒരു പുഴുയിരിക്കുന്ന ഫീലിങ്സ് ഉണ്ടാകും. ആദ്യം കുണ്ടലിനി ഉണരുന്ന സമയത്ത് സാധകന് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അത് കഴിഞ്ഞ് ആ സാധനയിലെ കുറച്ചൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ശരിക്കും നമുക്ക് അവിടെയാണ് ഗണപതി തത്വം ഉറങ്ങി കിടക്കുന്നത്. കാരണം ഗണപതിക്ക് തേങ്ങ അടിച്ച് നമ്മൾ ശബരിമലക്കൊക്കെ പോകുന്നത് ഈ കർമ്മങ്ങൾ അത്രയും കിടക്കുന്നത് മൂലാധാരത്തിലാണ്. അത് ഉണരുന്ന സമയത്ത് നമ്മുടെ കർമ്മങ്ങൾ ഓരോന്നായി കത്തിത്തീരുകയും അതൊക്കെ നമ്മൾ ലിഫ്റ്റ് ചെയ്യും. അതിന് മർക്കട മാർഗം എന്ന് പറയും. ഒന്ന് പിപ്പിലിയ മാർഗം, ഒന്ന് മർക്കട മാർഗം. അപ്പോൾ ആ സാധകന് അത് അനുഭവിക്കാൻ പറ്റും. ഈ മർക്കട മാർഗത്തിന്റെ ഒരു അവാന്തര ഭേദമാണ് ഈ കോമരക്കാരൊക്കെ. ഈ കുണ്ടലിനിയുടെ ഒരു 25%. പക്ഷേ നമ്മൾക്ക് അതൊക്കെയാണ് വലിയ വലിയ കാര്യങ്ങൾ. അത് മോശമാണെന്നല്ല പറയുന്നത്. ആ അതീന്ദ്രിയമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവർ പ്രവചിക്കുമ്പോൾ ഇപ്പോൾ തടയാളം കെട്ടിയിട്ട് പ്രവചനങ്ങളൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കുണ്ടലിനിയുടെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ അതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ അതല്ല. ധ്യാനം നിർവിഷയം മന എന്ന് പറയുന്നത്. ഇപ്പൊ യോഗ ദർശനത്തിലൊക്കെ പറയുന്നുണ്ട്, ആധാരചക്രങ്ങളൊക്കെ ഉണരുന്ന സമയത്ത് ചിത്തം ഉറച്ചില്ലെങ്കിൽ ശരീരം വിറയ്ക്കും, വിഭ്രാന്തി ദർശനങ്ങളൊക്കെ ഉണ്ടാവും. ഈ വിഭ്രാന്തി ദർശനങ്ങളാണ് അത്ഭുതവാഹമായിട്ട് പലപ്പോഴും ആളുകൾ യൂട്യൂബിലൊക്കെ വന്നിട്ട് കുണ്ടലിനിയുടെ പ്രവാഹം എന്നൊക്കെ പറയുന്നത്. ശരിയാണ്. കുണ്ടലിനി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാവത്തെ നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ പറ്റില്ല. ആകാശ തുല്യമാണ്. ആകാശത്തെ നിർവചിക്കാൻ പറ്റും ഇല്ല. അറിവിനോളം പഴക്കം കുണ്ടലിനിക്കുണ്ട്. കാരണം അനന്തമാണത്. അതിനെ ഒരാൾക്ക്, അതുകൊണ്ടാണ് എല്ലാവരും നിർവചിച്ചിട്ടും അത് ബാക്കിയായിരിക്കുന്നത്. പല ഗുരുക്കന്മാർക്കും പല രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന മൂലാധാര തത്വം എന്ന് പറഞ്ഞാൽ ഭൂമി തത്വമാണ്. അത് കഴിഞ്ഞാൽ സ്വാദിഷ്ഠാനം ജലതത്വമാണ്. പിന്നെ മണിപൂരകം അഗ്നി തത്വമാണ്. അത് അറിവിന്റെ, അതുകൊണ്ടാണ് അഗ്നിയും ഇളയ പുരോഹിതം എന്ന് പറഞ്ഞിരിക്കുന്ന ഗൂഢാർത്ഥം കിടക്കുന്നത് മണിപൂരകത്തിലാണ്. അറിവിന്റെ ആദ്യത്തെ ഈ ഒരു പടവ് നമ്മൾ കയറി ഈ മണിപൂരകത്തിൽ പറഞ്ഞിരിക്കുന്ന ബ്രഹ്മഗ്രന്ഥി എന്ന് പറഞ്ഞിരിക്കുന്ന മണിപൂരകം അതിനായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അതിനെ ഭേദിക്കുമ്പോഴാണ് നമ്മൾ അറിവിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുക. അതിനാണ് ശരിക്കും വിദ്യാരംഭം. സൂക്ഷ്മതലത്തിൽ ഒരു ഗുരു വിദ്യാരംഭം കുറിക്കുന്നത് ശരിക്കും ഈ അഗ്നി, ഈ മണിപൂരകത്തിൽ നിന്നും ഉറങ്ങിക്കിടക്കുന്ന ആ അഗ്നി ഉണരുമ്പോൾ ഉള്ളിലുള്ള അന്തരമായിരിക്കുന്ന കണ്ണ് തുറക്കും. അത് കഴിഞ്ഞാൽ അവിടെയാണ് കംപ്ലീറ്റ് നമ്മുടെ ഈഗോ കിടക്കുന്നത്. ഈ മണിപൂരകം ഉണർത്തിയുള്ള ഏറ്റവും വലിയ ഗുണം, നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ മണിപൂരകം ഉണർത്തിയ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി അത് ശക്തമായിരിക്കും. അവരുടെ തല എപ്പോഴും മുകളിലോട്ടായിരിക്കും, വരുന്നു നിൽക്കും. അത് ഈഗോയുള്ള അവസ്ഥയാണ്. തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് പല ആളുകളും ഇന്ന് ആധുനിക ബിസിനസ്സുകളിൽ
ഈ ചക്രത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇത് ഉപാസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. കാരണം ഞാൻ എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ദേവതയാണ് ഈ പറഞ്ഞിരിക്കുന്ന മണിപൂരകത്തിൽ. അതുകൊണ്ട് ദേവി ഉപാസകനൊക്കെ ഇതിന്റെ മന്ത്രമുണ്ട്.